പോകുന്നത് മക്കാവു. അതായത് ചൈനേൻ്റെ കാസനോവ എന്നൊക്കെ പറയുന്ന കൺട്രിയാണ് മക്കാവു. കടലിനടിയിൽ കൂടെയുള്ള ബ്രിഡ്ജിലൂടെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടെയും കൂടെ പോയിട്ട് തിരിച്ചു പോകാൻ വിചാരിച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ എന്നത്തെയും പോലെ വെള്ളം വാങ്ങിച്ച് പക്ഷെ ഇതിന് കഴിക്കാനും വാങ്ങിച്ചു. അതാ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാൻ പറഞ്ഞില്ലേ, സാരില്ല. ബോങ്കോക്കിൽ നിന്ന് നമ്മൾ മക്കാവു പോവാൻ റെഡ് ലൈനിൽ ലൈക്കിങ്ങിൽ കയറിയിട്ട് ലൈക്കിങ്ങിലേക്കാണ് കയറേണ്ടത്. നമ്മൾ വീണ്ടും ഓറഞ്ച് ലൈൻ എടുത്തിട്ട് അവിടെ പോകണം. എന്നിട്ട് അവിടെ നിന്ന് ബസ് എടുത്തിട്ട് ഹോങ്കോങ് പോർട്ടിൽ പോകണം. മെട്രോ അല്ല, ബസ്. എന്നിട്ട് അവിടെ നിന്ന് ഗോൾഡൻ ബസ്സിന് അവിടെ നിന്ന് മറ്റേ എക്സിറ്റ് പാസ് എടുക്കണം. ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് അവിടെ എൻട്രി പാസ് എടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് ഗോൾഡൻ ബസ്സിൽ കയറണം. അത് മക്കാവിലേക്ക് ഇതായിട്ട് പോകും. അടുത്ത മെട്രോയിൽ കയറി നേരെ പോണതേ കേട്ടാ അവിടെ ഇറങ്ങിയിട്ട് ബസ് കയറണം. അവിടെ ഇറങ്ങിയിട്ടാണ് 2 ബസ് കയറണ്ടേ. ഒരു ബസ് കയറണം, അടുത്ത ബസ് കയറണം. ആലോചന തലവേദന. ഇത്ര കഷ്ടപ്പെട്ട് പറഞ്ഞതിനാ. ഞങ്ങളൊരു ട്രാവൽ ഏജൻസി വഴിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല വന്നത്. ഇതുവരെ എവിടെ കുടുങ്ങിയിട്ടില്ല. ഇതുവരെ എവിടെ ഒരു വട്ടം മാത്രം, ഒരു ദിവസം ഒന്ന് അങ്ങോട്ട് കൊണ്ട് സ്വാപ്പായി പോയി. അല്ലാതെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ട്രാമ്പിൻ്റെ ആയിരുന്നു ഇവര്. അല്ലാണ്ട് ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. മെട്രോ കയറാൻ പോലും അല്ലേ, മെട്രോ ഭയങ്കര എവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലൈനെ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് മെട്രോ. ഒരു മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത് എയർപോർട്ട് പോലെയാണ്. എവിടെയെങ്കിലും ഒന്ന് തെറ്റിയാൽ പിന്നെ അതേപോലെ എനിക്ക് തോന്നുന്നത് ആ ഒരു മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്നതിനനുസരിച്ച് പൈസ കൂടും തോന്നുന്നില്ലേ. കാരണം നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ കഴിയും എക്സിറ്റ് ചെയ്യുമ്പോഴും ഭയങ്കര പൈസ മാറ്റമുണ്ടല്ലോ. ലൈൻ മാറുന്നതിനനുസരിച്ച് റേറ്റ് മാറും. ഞങ്ങൾ ഇവിടെ നിന്ന് എക്സിറ്റായി. ഇനി ഇവിടെ നിന്ന് B6 ബസ് പിടിക്കണം. ഞങ്ങൾ നാട്ടിലൊക്കെ ബസ് പിടിക്കണം എന്നാ പറയാ. ചില സമയത്ത് ഭയങ്കര കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയില്, ചില സമയത്ത് കണ്ണ് തുറക്കാൻ പറ്റാത്ത കാറ്റ്, ചില സമയത്ത് അത് മെട്രോയിലൊന്നും നമുക്ക് നിക്കാൻ പറ്റില്ല, അത്രയും തണുപ്പ്. പിന്നെ അതേപോലെ മെട്രോയിൽ പോകുമ്പോ ചെവിയൊക്കെ അങ്ങ് അടയും, മറ്റേ ചോരയും കയറൂലേ. ഇവിടുത്തെ വെതർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ നിൽക്കണ നിപ്പിൽ ചിലപ്പോൾ പെരും കാറ്റായിരിക്കും. കാറ്റെന്ന് പറഞ്ഞാൽ അമ്മാതിരി കാറ്റായിരിക്കും. ചില സമയത്ത് പെട്ടെന്ന് അങ്ങ് കാർമേഘം വന്ന് മൂടും. ചില സമയത്ത് പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് ആ കാർമേഘം തന്നെ പോയി അവിടെ കാറ്റാ. നോംപിങ് 360 ഇതാണ് മറ്റേ കേബിൾ കാർ ഉണ്ട് ഇവിടെ. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇതാണ് കടലിന്റെ മുകളിൽ കൂടെ പോണ കേബിൾ കാർ. നമ്മളങ്ങനെ B6 ബസ് സ്റ്റാൻഡ് കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെ നിന്ന് എങ്ങനെ അപ്പുറം കിടക്കും എന്നറിയില്ല. നമ്മൾ വന്നിടത്ത് തന്നെ B6 ബസ്സിനാണ് നമ്മൾ കയറേണ്ടത്. ഇതാണ് B6 ബസ് സ്റ്റോപ്പ്. ഹോങ്കോങ് പോർട്ട്, HZMB ഹോങ്കോങ് പോർട്ട്. നോങ്പിങ്, ഇത് നോങ്പിങ് ആ. ബിഗ് ബുദ്ധ. ഹോങ്കോങ് പോർട്ടിലേക്കാണ്. ഞങ്ങൾക്ക് രണ്ടാക്കും വേറെ വേറെ സീറ്റാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ HK എയർപോർട്ടിലെത്തി. സുഹായ് ആൻഡ് മക്കാവു.
ഇതവിടെ സ്കാൻ ഇവിടെ Please scan QR or document. നമുക്കുള്ളത് പർപ്പിളുകൾ മുടി പർപ്പിള്, ബാഗ് പർപ്പിള്, കുടിക്കുന്ന ജ്യൂസ് പർപ്പിള്, കയ്യമ്പ് സ്ക്രഞ്ചീസ് പർപ്പിള്, എല്ലാം പർപ്പിൾ. നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുക്കണം. 130 ഹോങ്കോങ് ഡോളർ. അതായത് ഞങ്ങൾ ആ ഒരു എന്താ ചെക്കിൻ്റെ ഉള്ളിൽ കയറിയാണ്ട് അവിടെ ചെക്ക് ഇൻ ചെയ്ത് അവിടുത്തെ ടിക്കറ്റ് മിനിറ്റുകളോട് എടുത്തു. അത്രയും ഫാസ്റ്റാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും. ടിക്കറ്റ് ഒന്നും എടുക്കാനും നമുക്ക് മറ്റേ ഈ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനൊന്നും നമുക്ക് ടൈമേ വന്നില്ല. പടപടാർന്ന എല്ലാ കാര്യവും. ഇതാണ് ഗോൾഡൻ ബസ്. ഗോൾഡൻ കളറിലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഗോൾഡൻ ബസ് ടിക്കറ്റാണ് എടുത്തത്. നല്ല കാറ്റുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര എത്ര മണിക്കൂറുണ്ട്? നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫെറി പോവാം, ഒന്ന് ഇങ്ങനെ ഗോൾഡൻ ബസ് അല്ലെങ്കിൽ നോർമൽ ബസ് ഉണ്ട്, അങ്ങനെ അതെടുക്കാം. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് ആണോ? ഓക്കെ, ഷട്ടിൽ സർവീസ് ഉണ്ട്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഇതില്ലേ ഹെലികോപ്റ്റർ ഇല്ലേ, അങ്ങനെ ഈ 3 ഓപ്ഷൻസ് ആണ്. ബസ് വെച്ച് നോക്കുമ്പോൾ പൈസ കൊടുക്കണം. പക്ഷേ ഇത്ര മണിക്കൂറില്ല. പെട്ടെന്ന് എത്തും. പക്ഷേ ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞത് ബസ്സാണ്. പിന്നെ അതുപോലെ ബസ്സിൽ പോയുള്ള ഗുണം എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ കടലിൻ്റെ അടിയിൽ കൂടെ പോണ പാലത്തിലൂടെ നമുക്ക് പോകാം. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് മൊത്തം അങ്ങനെ തന്നെ. ഈ ഒരു രണ്ട് കൺട്രീനെയും ഒന്നിപ്പിക്കുന്നത് ആ ഒരു പാലാണ്. ടണൽ സ്റ്റാർട്ട് ചെയ്തു. ബസ് പോയി എനിക്ക് ചെറുതായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്ന ആളാണ് ഞാൻ. അപ്പം ഇത്ര മണിക്കൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതാണ് എൻ്റെ 81 കാണിക്കുന്നത്. കടലിൻ്റെ അടിയിൽ കൂടെ കഴിച്ച് പോകുന്നത്. ഈ മനോഹരമായ ഈ അവസരം എനിക്ക് ഒരുക്കി തന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ നിതീഷേട്ടൻ്റെ 1000 നന്ദി. തോട്ടത്തിന് നിന്ന് തരില്ലെങ്കിലും എൻ്റെ കുട്ടി ഓമനയാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കടലിൻ്റെ അടിയിൽ കൂടെയുള്ള കടൽ. ഒരു കടലിന് മുകളിൽ കാണില്ലല്ലേ. ഇതാണ് ബിഗ് ബുദ്ധയ്ക്ക് പോകുന്ന കേബിൾ കാർ. 360 വ്യൂള്ള. അതിൻ്റെ അടി എന്ന് പറഞ്ഞാൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിലും നോർമൽ ആയിട്ടുള്ളത്, പിന്നെ അടി മാത്രം ഗ്ലാസ് ഉള്ളത്, ഫുള്ള് ഗ്ലാസ് ആയിട്ടുള്ളതുണ്ട്. ഞങ്ങൾ ഇതായിരുന്നു ആദ്യം ഒന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങളത് മാറ്റി ഡിസ്നി ലാൻഡ് എടുത്തു. നമ്മുടെ എയർപോർട്ട് അല്ലേ? നമ്മുടെ എയർപോർട്ട് ഹോങ്കോങ് എയർപോർട്ട്. ഹായ് പറയാ. ഓക്കെ, ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ വന്നു. എന്താ വെച്ചാൽ ഇവിടെ ടുഫോണോ നല്ല ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല വിൻഡ് ഉണ്ട് ഇവിടെ. നല്ലതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം സ്പീഡ് നല്ലോണം കുറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് 50 കിലോമീറ്റർ/ഹവറിലാണ്. അതുകൊണ്ട് എത്തുന്ന ടൈം ഭയങ്കരമായിട്ട് കുറഞ്ഞില്ല. എത്തുന്ന ടൈം ഭയങ്കരമായിട്ട് ലേറ്റ് ആവണം. എന്തായാലും നമുക്കൊന്ന് വെയിലാറിയിട്ട് എത്തിയാൽ പോരെ. അവിടെ പോയിട്ട് തിരിച്ചു വരണം. തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ പോകണം. ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 മണി മുതൽ 11 മണിയിലെ 11 മണി വരെ ഉള്ളൂ. അറിയില്ല, 10 മണിയാകുമ്പോഴേക്കും തന്നെ എല്ലാവരും തിരിച്ച് തുടങ്ങും. ബസ്സിൽ കയറാൻ പറ്റാത്തൊരു പെണ്ണും താടി പറച്ചാണ് പോണത്. എനിക്കൊരു മുടിയുടെ പോലും മുഖത്ത് വരാൻ പാടില്ല എന്നാണ്. കണ്ട പാലത്തിലൂടെ നമ്മൾ പോവാം. ഈ സൈഡ് കടല്, ഈ സൈഡ് കടലില്ലേ. ഈ സൈഡ് ഇഷ്ടമായി.
ഒരു പണി കിട്ടി. ഇവിടെ മഴയാണ്. ഞങ്ങൾ മക്കാവ് എത്തിയപ്പോൾ അധികം നേരം ഇരുന്നില്ലല്ലോ നമ്മള്. നല്ല മഴയാണ്. ഞങ്ങൾ കോട്ട് എടുത്തിട്ടില്ല. കോട്ട് ഞാൻ ഇദ്ദേഹത്തോട് എടുക്കാൻ പറഞ്ഞു. ഇദ്ദേഹം ഞാൻ എടുക്കില്ല, അവിടെ മഴ ഉണ്ടാവില്ല അത് ഒന്നും പറയണ്ട. നിങ്ങൾ മാത്രമല്ല ഞാനും ചുമക്കണ്ടല്ലോ ബാക്കിൽ. ഇല്ലേ ചുമക്കുന്നില്ല, തിന്നാൻ മാത്രമേ ഉള്ളൂ. ചെറിയ മഴയൊന്നും അല്ല ട്ടോ, പെരും മഴയാ. നല്ല വെള്ളാണ് റോഡിലൊക്കെ, നല്ല കാറ്റും ഉണ്ട്. അപ്പം അതാണ് ബസ്സെങ്ങാനും നിർത്തി വെച്ചാൽ നാളെ തിരിച്ചുകൊണ്ടാണ് ബസ്സെങ്ങാനും നിർത്തി വെച്ചാൽ കിട്ടും. മക്കാവൂര് ഭയങ്കര മഴയാണ്, കാറ്റ് മഴ. എങ്ങോട്ടൊക്കെയോ കയറി നിധിച്ചേട്ടനെ കൊണ്ടുപോകുന്നുണ്ട്. അറിഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല. നമുക്ക് ആദ്യം പോണത് വെനീഷ്യൻ മക്കാവുക്കാണ്. ഓ ഭയങ്കര തിരക്കാ. അത് പാരിഷ്യൻ, ഇത് വെനീഷ്യൻ. ബസ് സർവീസ് ഉണ്ട്, ഫ്രീ ആണെന്നാണ് എല്ലായിടത്തും കേട്ടത്, അറിയില്ല ഇനി. ഇതാണ് നമുക്ക് പോകേണ്ട ബസ്. ഇത് പാരിഷ്യൻ. ഇതാണ് വേൾഡിലെ ഏറ്റവും വലിയ ഗാംബ്ലിംഗ് സിറ്റി. ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ വന്നിറങ്ങിയാൽ അവിടെ നിന്ന് ഏതൊരു ഹോട്ടലിലാണ്, എല്ലാം ഹോട്ടൽസാണ്. ഇത് പാരിഷ്യൻ, ഇത് വെനീഷ്യൻ, അങ്ങനെ പല പല ഹോട്ടൽസ്. ഹോട്ടൽസ് അല്ല, അവിടെ സ്റ്റേ പറ്റില്ല, എല്ലാം ഗാംബ്ലിംഗ് സെൻറ്റേഴ്സാണ്. അവിടേക്ക് എല്ലായിടത്തേക്കും ബസ് ഫ്രീ ഷട്ടിലുണ്ട്. അതിനാണ് ഇപ്പം ഞങ്ങൾ കയറിയത്. മഴയാണ്. നമ്മളിപ്പോൾ മക്കാവോ സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. വേൾഡ് ഫേമസ് മറ്റേ നമ്മളുടെ ഏതായത് ആ മോഹൻലാലിൻ്റെ സിനിമ ചൈന ടൗൺ, അതുകൂടെയല്ലേ ആണ്? അതെ, ചൈന ടൗൺ എടുത്തത് ഈ കാസിനോവകളിൽ നിന്നാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ ഫോണിൽ അത്രയ്ക്ക് സ്പേസ് ഇല്ല ഇത്രയും ദിവസത്തെ ഉണ്ടായിട്ട്. ഇപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഏത് സൈഡിലേക്ക് നോക്കിയാലും നമ്മൾ അറിയാണ്ട് വീഡിയോ എടുത്ത് പോകും. അത്രയും ഭംഗിയുള്ള പ്ലേസാണ്. എല്ലാം അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് ഉണ്ടാക്കിയ പ്ലേസ്. മഴ പോയി, ഇപ്പോൾ വെയിൽ വന്നിട്ടുണ്ട്. ഇതല്ലേ വാച്ച് ടവർ ഉണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഇതിൽ കാണുന്നില്ല. ഇവിടെ റോഡ് സൈഡിനുള്ള ചെടികളെല്ലാം അങ്ങനെ ഒരു ട്രൈപോഡ് പോലത്തെ കമ്പികൾ വെച്ച് താങ്ങി നിർത്തിയതാണ്. കാരണം ഇവിടെ ഈ ഒരു 2 ദിവസമായിട്ട് നല്ല കാറ്റാണ്. ഇപ്പൊ താങ്ങി വെച്ചതാണ്, കണ്ടറിയാം അതിപ്പോ താങ്ങി വെച്ചതാണ്. അപ്പൊ എങ്ങനെ പണ്ട് താങ്ങി വെച്ചതാണെന്നുണ്ടെങ്കിൽ ആ ചെടി, ചെറിയ ചെടീൻ്റെ എങ്ങനെ അവിടെ വന്ന് നിൽക്കണേ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പണ്ട് വെച്ചതാണെന്നുണ്ടെങ്കിൽ ആ ചെടി പോടാം അല്ലേ. ഇപ്പൊ താങ്ങി വെച്ചതാണത്. ഇപ്പൊ താങ്ങി വെച്ചത് തന്നെയാണത്. അല്ല, അതാ വോൾസ്വാഗൺ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊരു മിനി നാട്ടില് അവിടെ ആയിരുന്നു ഞങ്ങളുടെ മോങ്കോക്ക്. ആ ഒരു ഹോങ്കോങ് ഏരിയയിൽ മൊത്തം ഗാലക്സി. അതാണ് വെനീഷ്യൻ. ഇതാ വെനീഷ്യൻ. വെനീഷ്യൻ, ഇത് വെനീഷ്യനാ. ഇതാണിത് വെനീഷ്യൻ. മുന്നത്തുണ്ടായിരുന്ന നീല ബസ്സും കെട്ടാണ്. നമ്മളുടെ പിങ്ക് ബസ്സാണ്. ഈ പിങ്ക് ബസ് പാരിഷ്യനിക്കാണ്. ഇവിടേക്കും വേറെ
പിങ്ക് ബസ് ഈ ബസ്സിലാണ് നമ്മൾ ഷോപ്പേഴ്സ് അറ്റ് ഫോർ സീസൺസ് പ്ലാസ മക്കാവോ ഇതാ നമ്മുടെ സാധനം The shuttle bus is arriving at അവിടെ നമ്മുടെ ഈഫൽ ടവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ മഴ വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് അവിടെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. ലണ്ടനർ ടവർ ഇവിടെ എല്ലാത്തിൻ്റെയും അടുത്ത് വരെ ബസ് കൊണ്ടുപോകും. ഇത് നമ്മൾ നേരെ ആ ഹോട്ടൽ പാരീസിയന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അയ്യോ ഇതിന്റെ അയ്യോ നല്ല മഴ വരും. ഏത് സൈഡാ നോക്കേണ്ടത്? മഴ പെയ്തു. നമ്മൾ ഇറങ്ങി ബസ്സിൽ പോകണം. അങ്ങോട്ടായിരിക്കും ഇറങ്ങി. ഇതാണ് നമ്മുടെ ബസ്. ഇതവിടെ അതിൻ്റെ ഉള്ളിൽ ഗാംബ്ലിംഗ് നടക്കുന്ന സ്ഥലത്ത് വീഡിയോ അലൗഡ് അല്ല. ഉള്ളിൽ വീഡിയോ അലൗഡ് ചെയ്യുന്നില്ല. എത്ര ലക്ഷങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ഒറ്റയടിക്ക് ഉണ്ടാക്കുന്നത്. കൊടുക്കുന്ന ആൾക്കാരുണ്ട്, വാങ്ങുന്ന ആൾക്കാരുണ്ട്. നടക്കട്ടെ. ഇവരുടെ ഏതോ ഒരു ദൈവമാണ് ഇത് മൊത്തം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചില്ലറ പൈസ. നമ്മൾ മറ്റേ ശബരിമലയിലൊക്കെ എറിയുമല്ലോ, അതുപോലെ എറിഞ്ഞിട്ടുണ്ട്. ഗാംബ്ലിങ്ങിന് പോകുന്ന ചിലപ്പോൾ ലെക്കിന് വേണ്ടിയിട്ട് ഇടണമായിരിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കഫേ ഉണ്ട്. പൈസ കുറേ കുഞ്ഞു കുട്ടികളൊന്നും കഫേയിൽ പോയി ഫുഡൊക്കെ കഴിക്കാം. സ്റ്റേ ആണ്. ഞാൻ പുറത്ത് കിടന്നു.